വന്നിരിക്കുന്നത്. കലിയുഗമാണ് കേരളമൊട്ടാകെ. ഈ യുഗത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചിന്നു, മോളെ ചിന്നു, അമ്മയുടെ മോളെ എവിടെയാ? ചിന്നു, നോക്ക്, അമ്മ നിനക്ക് എന്താ ഉണ്ടാക്കി നോക്ക്. അമ്മ കളിപ്പിക്കാതെടാ ചിന്നു. ശരി, അമ്മ തോറ്റു. അമ്മ തോറ്റു എന്ന് പറഞ്ഞേ. അമ്മ തോറ്റല്ല, ചിന്നു ജയിച്ചല്ല. അമ്മയ്ക്ക് ചിന്നുനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ല. അമ്മ തോറ്റല്ല. ഹായ്, അമ്മയ്ക്ക് കഴിക്കാൻ എന്നെ ഉണ്ടാക്കിയ എന്റെ അമ്മ അത്. അതോ അമ്മ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ നോക്കി ഇഷ്ടപ്പെട്ട ഇടിയപ്പം ഉണ്ടാക്കി തരാന്ന്? അതാ അമ്മ ഇന്ന് ചായക്ക് ഉണ്ടാക്കിയേ. ഹായ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഷാനാട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഷാനാട്. നല്ല അമ്മ. വാ, അമ്മയുടെ മോൾ വാ, മടിയിലിരിക്ക്, അമ്മ വാങ്ങിത്തരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. എല്ലാവരും ഒറ്റയ്ക്കാണല്ലോ കളിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം അമ്മ. ചിന്നു, അമ്മ പറയുന്നത് കേക്ക്. അമ്മയുടെ മടിയിലിരിക്ക്, ഞാൻ വാങ്ങിത്തരാം. പെട്ടെന്ന് കഴിയൂലേ? മോള് കഴിച്ചാ ഇവിടെ ഒക്കെ വൃത്തികേടാവൂലേ? ഞാൻ അമ്മയോട് പിണക്കാം. എന്താ അമ്മയും മോളും ഒരു ബഹളം? എന്തിനാണ് നിർമ്മലേ നീ അതിനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അത് ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്താ ഒരു കുഴപ്പം? അവളെ ഇങ്ങനെ താഴത്തും വെക്കൂല തലയിലും വെക്കൂല എന്ന് പറഞ്ഞു വെച്ച അവളില്ല കുട്ടിയായിട്ടേ വളരും. കുറെ കാലങ്ങൾ കഴിഞ്ഞ് കിട്ടിയതല്ല അമ്മേ ഞങ്ങൾക്ക് ഇവളെ. ലാളിച്ച് മതിയായില്ല, അതുകൊണ്ടാ ഞാൻ വാരി കൊടുത്തോളാം അമ്മേ. ഒന്നുണ്ടെങ്കിലും ഓനൊക്കെ കഴിക്കണമെന്ന പഴമക്കാര് പറയേ. ശിവ ശിവ, ഇവളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ ചിന്നുട്ടി? അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. ശരി ശരി, ഞാൻ വാരി തന്നത് വെച്ച് നീ കഴിക്കാതിരിക്കണ്ട. ചിന്നു, ഇവിടെ ഒന്നും വൃത്തികേടാക്കരുതേ. അമ്മയ്ക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുള്ളതാ. നീ ഒറ്റയ്ക്ക് കഴിച്ചോ? അമ്മേ, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. അമ്മേ അമ്മേ, ഞാൻ മുഴുവനും കഴിച്ചു. ഇവിടെ ഒന്നും ഒരു തരി പോലും ആക്കിയില്ല. അമ്മേ, പിന്നെ ഞാൻ അമ്മൂടെ വീട്ടിൽ കളിക്കാൻ പോയിക്കോട്ടെ. പിന്നെ ഒഴിവ് ദിവസമല്ല അമ്മേ. അച്ഛനും ജിച്ചുനും ഒക്കെ ഒരമ്മ അങ്ങോട്ട് വീടുണ്ട്. ഞാനും പോയിക്കോട്ടെ അമ്മ. ചിന്നു, നിനക്ക് അച്ഛൻ എത്ര കളിസാധനങ്ങളായിട്ട് വാങ്ങി തന്നെ. അത് വെച്ച് ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചാ പോരെ? വേണ്ട, എനിക്ക് അവിടെ പോയി കളിക്കണോ? എന്റെ അമ്മ മാത്രമല്ല എങ്ങോട്ടും വരൂല. ഈ അമ്മയെയും മോളെ കൊണ്ട് മനുഷ്യനൊരു ഭാഗത്തിരിക്കാൻ കഴിയുന്നായി. എന്റെ നിർമ്മലേ, കുട്ടികളെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തരുത്. അവരെ ഒന്ന് കഴിച്ചു വിട്ടേക്കിന്റെ നിർമ്മലേ. കുട്ടികളായ മഴയും വെയിലും എല്ലാം കൊണ്ടുവേണം വളരാൻ. അതിനെ അങ്ങ് തുറന്നു വിടില്ല നിർമ്മലേ. അമ്മ കാണുന്നല്ലേ ഇപ്പൊ TV തുറന്നാ? പെരുന്നാട്ടില് കുട്ടികൾ മാത്രല്ല മുതിർന്നവരും കടിച്ചു കയറുന്നുണ്ട്. അത് മാത്രല്ല, എനിക്ക് അവിടെ തന്നെ നോക്കി അവിടെ ഇരിക്കാൻ കഴിയോ? എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുള്ളതല്ലേ. എന്നതൊക്കെ കുട്ടികളെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്താൻ പറ്റൂല നിർമ്മലേ. അവളെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തിയ അവൾ വലുതാവുമ്പോ ഒന്നിനും പറ്റാത്തൊരു ജന്മമായി പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി ചിന്നു, നീ കളിക്കാൻ പോയിക്കോ. അച്ഛമ്മ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കളിക്കാൻ വിടുന്നത്. അല്ലെങ്കിൽ വിടില്ലായിരുന്നു. അച്ഛൻ വരുന്നത് വരെ മാത്രമേ ഞാൻ നിന്നെ കളിക്കാൻ സമ്മതിക്കുള്ളേ. ആ അമ്മേ, ഞാൻ വേഗം കളിച്ചിട്ട് വരാം. ചിന്നു, മോളെ ചിന്നു, കുട്ടികൾ എവിടെ പോയി? അല്ലെങ്കിൽ ഞാൻ വരുമ്പത്തേക്ക് ഓടി വരണതാണല്ലോ. ചിന്നു, നോക്ക്, അച്ഛൻ നിനക്ക് എന്താ കൊണ്ടുവന്നത് നോക്കൂ. ഏട്ടൻ വന്നോ? അവൾ അമ്മൂടെ വീട്ടിൽ കളിക്കാൻ പോയതാ. വരാനാവുന്നതേ ഉള്ളൂ. അതെന്തു പറ്റി നിർമ്മലേ? നീ അവളെ ഇവിടെ കളിക്കാൻ വിടാത്തതാണല്ലോ. പിന്നെ ഇന്ന് എന്തു പറ്റി? ഒന്നും പറയണ്ടേട്ടാ, ഞാൻ അവളെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തിയ
ഇതാര് നിർമ്മലയോ? കേറിയിരിക്കും നിർമ്മലേ. വേണ്ട, ഞാൻ ചിന്നുനെ കൂട്ടാൻ വന്നതാ. ഏട്ടൻ വന്നിട്ടുണ്ട്. അവളെവിടെ? അവളൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ നിർമ്മലേ. പിന്നെ പിന്നെ എന്റെ മോൾ ഇവിടെ പോയി. ശോഭേച്ചി എന്നെ കളിപ്പിക്കാൻ പറയല്ലേ. ഞാൻ അവളെ ഇങ്ങോട്ട് വിട്ടോളാം ശോഭേച്ചി. ഇല്ല നിർമ്മലേ, അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ചിലപ്പോ അവിടെ തന്നെ ഉണ്ടോ. നീ അവിടെ പോയി നോക്ക്. നീ കരയല്ലേ. എനിക്കറിയില്ല എന്റെ മോളെ. ഏട്ടാ, നമ്മുടെ മോൾ അവിടെ എത്തിയിട്ടില്ല ഏട്ടാ. എന്താ നീ പറയുന്നേ? അവളവിടെ എത്തിയിട്ട് വന്നോ? പിന്നെ അവളോട് എവിടെ പോവാനാ? നീ അല്ലേ അവളോട് ആക്കി കൊടുത്തത്? ഞാനല്ല അവളോട് ആക്കി കൊടുത്തത്. എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ടായപ്പോ എന്റെ മോൾ തനിച്ചു പോയി. നീ കരയാതെ നിർമ്മലേ. ചിലപ്പോ അവൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടാവും. നീ കരയല്ലേ, നമുക്ക് നോക്കാം. എനിക്കറിയില്ല എന്റെ മോളെ. എന്റെ ഭഗവാനെ, എന്റെ കുട്ടി എവിടെ പോയി? ഞാനാണല്ലോ അവളെ കളിക്കാൻ വിട്ടത്. ദൈവങ്ങളെ, എന്റെ കുട്ടിയെ ഒന്ന് വേഗം കാണിച്ചു തരണേ. നിർമ്മലേ, എഴുന്നേറ്റ് നിർമ്മലേ. എന്താ എന്താ ശോഭേച്ചി? എന്റെ മോള് അവൾ എന്താ ശോഭേച്ചി? വാ, നിനക്ക് ചിന്നുനെ കാണണ്ടേ? വാ നിർമ്മലേ. എനിക്ക് അവളെ കാണണം. അവൾ എന്തിനാ എന്നെ വിഷമിച്ചത്? അവളോട് ചോദിക്കണം ശോഭേച്ചി. എവിടെ എവിടെ ശോഭേച്ചി എന്റെ മോള്? ഇതാണോ എന്റെ മോളെ? അല്ല, ഇതെന്റെ മോളല്ല. കണ്ടോ, ഇതെന്റെ മോളല്ല ശോഭേച്ചി. ചിന്നു, ചിന്നു, കണ്ടു മോളെ. നോക്ക്, നിനക്ക് അച്ഛൻ എന്തൊക്കെയാ കൊണ്ടുവരാൻ നോക്ക്. അമ്മ തന്നെ മോളെ കളിക്കാൻ. എഴുന്നേക്ക് മോളെ. നീ അമ്മയ്ക്ക് ആരുണ്ട്? ചിന്നു, കണ്ടു ചിന്നു. അവളെ കൊന്നു മോളെ. ചിരിക്കണ്ട.